എനിക്കൊന്ന് എല്ലാ മേഖലകളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട്, ലിംഗപരമായ വിവേചനങ്ങളുണ്ട്. അതൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് സിനിമയിലെ ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു. അത് തീർച്ചയായിട്ടും അനഭിലഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. അതിലെ യാഥാർത്ഥ്യം എന്താണ്, ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനുത്തരം പറയേണ്ടത് സർക്കാരല്ലേ? നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അത് അതിൻ്റെതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്തിന്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചത്. ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഔചിത്യത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. സംശയമല്ലുണ്ടോ? ഏത് മേഖലയിൽ എന്തെങ്കിലും മാറണം. സിനിമാ മേഖലയിൽ മാത്രമല്ല, മാധ്യമരംഗത്തടക്കം മറ്റു മേഖലകളിലടക്കം സമൂഹത്തിന്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ച് ഉറപ്പിക്കാവുന്നതല്ല, അത് മാറണം. റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികൾ ഉണ്ടാവണം. അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ്. സർക്കാർ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും. എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത്. സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ, സർക്കാർ, നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലേക്ക് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട്. ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും ഇത്തരം വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും സിനിമ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപക്ഷെ മറ്റു പലതിനെയും അപേക്ഷിച്ച് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, സിനിമയിലെ താരങ്ങൾ അല്ലെങ്കിൽ താരപരിവേഷമുള്ള ആളുകൾ, സിനിമാ സംഘടനകളൊക്കെ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആരോപണങ്ങൾ വലിയ അഭിമാനക്ഷതമുണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പോകുന്നത്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്കല്ലേ അന്വേഷണ സംവിധാനങ്ങളുള്ളത്? ഉണ്ടോ? പറയൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ. അല്ല, ഞാൻ ആരെയും സംശയിക്കുന്നില്ല. ഇതൊരു ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നൊരു കാര്യമല്ലല്ലോ. ഇതിപ്പോൾ അത്തരം ഗൂഢാലോചനകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീടുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാവുന്നത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. എത്ര ചോദ്യമായി ചോദിക്കുന്നത്? വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? 5 ചോദ്യമായി. അങ്ങനെയല്ലേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമാണ്. നീതി ഉറപ്പാക്കണ്ട എന്നൊരു നിലപാട് ആർക്കെങ്കിലും ഉണ്ടോ? നീതി ഉറപ്പാക്കണ്ട എന്ന് ഏതെങ്കിലും സർക്കാരിനൊരു നിലപാടുണ്ടോ? ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുണ്ടോ? മാധ്യമങ്ങൾക്കുണ്ടോ? സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കാണ് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും പറ്റുക? അങ്ങനെ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് സമൂഹം കാണുക. ആ സമൂഹം കാണുന്ന നിലയ്ക്ക് അതിനെ പരിശോധിക്കാനും നടപടികൾ കൈക്കൊള്ളാനും മറ്റു സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടാകും.